ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ്. അർഷി ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു മഷ്റൂം ദോശയാണ് റെസിപ്പി, ഒരു വെറൈറ്റി ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ കുറേ ടൈപ്പിലുള്ള ദോശ കഴിച്ചിട്ടുണ്ടാവും, ഇത് കഴിച്ചിനോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, ദോശ റൈസാണ്. ആ സെയിം കപ്പ് തന്നെ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലപോലെ സോക്ക് ചെയ്ത് വെച്ച് അരച്ച് വെച്ചതാണ്. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ അരച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുക്കണം. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. മഷ്റൂം എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം, ജസ്റ്റ് കൈ തൊടാൻ പറ്റുന്ന ലൈറ്റായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇത് കുറച്ച് നേരം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4-5 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ, നിറയെ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തത്. പിന്നെ ഒരു 5-6 കാഷ്യൂ നട്ട്സ്, നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കാഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ആദ്യം. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവ വെച്ചിട്ട്, ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കടുകൊന്നും ഇടുന്നില്ല, അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് കറി ലീവ്സ് ഒരു 4-5 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു മസാലക്ക്. അതിലേക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഓണിയൻ ഞാനിവിടെ ഒരു 1.5 വലിയ ഓണിയൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വൃത്തി ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്നിച്ച് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒന്നിച്ച് തന്നെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ മഷ്റൂമിന് വലിയൊരു വേവൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് തന്നെ കുക്കാവുന്ന സാധനമാണ്. അപ്പോൾ ഉള്ളി വഴറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ മഷ്റൂമും കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വന്നിട്ട് നല്ലപോലെ അത് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിവിടെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ദോശ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മഷ്റൂം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 2 തവണയായി ക്ലോസ് ചെയ്ത് വെച്ച് 10 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാൻ ഇഞ്ചി കുറവും വെളുത്തുള്ളി കൂടുതലായിട്ട് ജസ്റ്റ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, പേസ്റ്റാക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടി ഐറ്റംസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇവിടെ ചേർക്കുന്നത്. അതൊന്ന് ചേർത്തുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വാട്ടർ ഒന്ന് ജസ്റ്റ് കംപ്ലീറ്റ് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി, ഇതിൻ്റെ പച്ചമണമൊക്കെ പൊടി ഐറ്റംസിൻ്റെ അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. സോൾട്ട് കൂടിപ്പോകാൻ പാടില്ല, നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സോൾട്ടും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സോൾട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് കുക്കായതിന് ശേഷം മാത്രമേ അത് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ്സും കൂടി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലപോലെ കുക്കായി, കംപ്ലീറ്റ് കുക്കായിട്ടുണ്ട്.
അപ്പം നമുക്കിനി അതിലേക്ക് തേങ്ങയുടെ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പാണ്. അതൊന്ന് ചേർത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ടൊരു 1/2 കപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വാട്ടർ ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഒരു 1/4 കപ്പോ ഇതിനാവശ്യമുള്ള വാട്ടർ എത്രയാണ് നിങ്ങൾ മഷ്റൂം എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കൊരല്പം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് വേണ്ടാന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാൻ വെയിറ്റ് ചെയ്യണം. കാരണം ദോശയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് അത് ഇങ്ങനെ ഒലിച്ച് വരാനുള്ള സാധ്യത ഉണ്ടാവും. കറി പോലെ ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതിവിടെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്കൊരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ദോശമാവ് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1.5 തവ വെച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ പാന് ചൂടായതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിക്കുക, എങ്കിൽ മാത്രമേ നല്ല ദോശയെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒഴിക്കുക എല്ലാവരും. എന്നിട്ടൊന്ന് ചൂട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. ആദ്യം നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ഒഴിക്കാൻ. നമുക്കതിലേക്കൊരല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നല്ലപോലെ ഗീ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് ഫില്ല് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു തിക്കായി കിട്ടിയിട്ടുണ്ട് മസാല. അപ്പോൾ നമുക്കിതൊന്ന് ഫില്ല് ചെയ്തിട്ട് നല്ലപോലെ ദോശ ക്രിസ്പി ആയി വന്നാൽ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക 2 സൈഡും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ട് ഇതുപോലെ മസാല ഫില്ല് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.